ഹലോ, ഹായ്. ഇന്നെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു പ്രോട്ടീൻ ലഡുവിൻ്റെ റെസിപ്പിയാട്ടോ. ഈ പ്രോട്ടീൻ ലഡു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് അയൺ ഉണ്ടാകാനും അതിൻ്റെ ഒപ്പം തന്നെ മുടി വളർച്ചയ്ക്കും ഏറ്റവും ബെസ്റ്റാണ്. ഞാനിത് നന്നായിട്ട് ട്രൈ ചെയ്തായിരുന്നു. ഇതെൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറുകയും മുടി നന്നായിട്ട് വളരാൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റങ്ങളുണ്ടായി. വളരെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്കുണ്ടാക്കാം. ഫസ്റ്റ് എടുക്കുന്നത് ഇത് ഫ്ലാക്സ് സീഡാണ്, അഥവാ ചണവിത്ത് എന്ന് പറയും. ഇതൊരു 250 ഗ്രാം, ഒരു 1/4 കിലോയാണ് എടുത്തത്. അത് നമ്മൾ ഫ്രൈ പാനിനകത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാകുമ്പോൾ അതൊന്ന് പൊട്ടിത്തെറിച്ച് വരും ഓരോന്നായിട്ട്, അതാണ് അതിൻ്റെ പാകം. അതിനുശേഷം അതിൻ്റെ കൂടെ എടുത്തത് ഒരു 1/2 കിലോ എള്ളാണ്. കറുത്തെള്ള് തന്നെ എടുത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. കറുത്തെള്ള് 1/2 കിലോ എടുത്തു. അതും ഇതുപോലെ തന്നെ ഫ്രൈ പാനിനകത്തിട്ട് ഒന്ന് ചൂടാക്കി. അതേപോലെ തന്നെ ഈ കറുത്ത എള്ളും നമ്മളൊന്ന് ചൂടാക്കിയെടുക്കണം. അതിങ്ങനെ പൊട്ടി വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് പാകം. പിന്നെ നമ്മൾ ഈ ചണവിത്ത് അല്പം ഒന്ന് ചൂട് മാറിയത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ കറുത്തെള്ളും മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുക്കുകയെന്ന് പറയുമ്പം അധികം ചൂടോടെ നമ്മൾ മിക്സിയിലിടരുത്, കുറച്ചൊന്ന് ആറിയിട്ട് വേണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ. പൊടിച്ചെടുത്തിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ചാക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോ ശർക്കരയാണ് ഇവിടുത്തെ. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചെടുക്കാം. ശർക്കരയും നമുക്ക് അയൺ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ശർക്കരയും പാകത്തിനടുത്ത് അത് പാനിയാക്കണം. പാനിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ അങ്ങ് നൂല് പോലെ ആവണ്ട, കുറച്ചൊന്നൊരു വെള്ളം പരുവത്തിലായാൽ മതി. കാരണം ഒത്തിരി നൂല് പോലെ ആകുമ്പോൾ കട്ടിയായി പോവും. പിന്നെ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ആ ഒരു മണം എല്ലാവർക്കും പിടിക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏലക്കായ ഇട്ടിട്ട് പൊടിച്ചാൽ മതിയായിരിക്കും. പിന്നെ നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് പൊടിച്ചതും എള്ള് പൊടിച്ചതും കൂടെ ഒരുമിച്ചാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ചൂട് മാറി ശർക്കര പാനിയും ഒന്ന് അരിച്ചൊഴിക്കണം. അപ്പം അതിൽ നിന്ന് അധികം അഴുക്കും പൊടിയൊന്നും അതിലേക്കാവില്ല. ഒന്ന് ചൂട് മാറിയതിന് ശേഷം മാത്രം കൈ കൊണ്ട് ഇളക്കാതിരിക്കുക, കാരണം ചൂടായിരിക്കും. ചെറിയ സ്പൂൺ വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഫ്ലാക്സ് സീഡിൻ്റെ പൊടിയും എള്ളിൻ്റെ പൊടിയും നമ്മുടെ ശർക്കരയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ ഈ ഉണ്ടകളാക്കാം. നമ്മുടെ എള്ളുണ്ടയുടെയൊക്കെ ഒരു രൂപത്തിലിരിക്കും. ആക്കിക്കഴിഞ്ഞ് എല്ലാ ദിവസവും ഓരോന്ന് വീതം കഴിക്കാം. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾ ട്രൈ ചെയ്തോ. എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. താങ്ക് യു.